വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ 2024-25 സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഇന്ന് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ്. 1/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. കൂടാതെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ PDF അവിടെ ഫോൾഡർ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത കുട്ടികളോട്, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേർക്ക്, അതായത് കിട്ടാതെ ഗ്രൂപ്പ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം, അപ്പോൾ 3 മാസമാണ് നമ്മൾ വാലിഡിറ്റി പീരീഡ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ ആരെയും ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ ഫലമായി ഗ്രൂപ്പ് കിട്ടുന്നില്ല, അതുപോലെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വോയിസ് ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾ അങ്ങനെ കിട്ടാതെ പോയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിഞ്ഞോട്ടെ. അവർക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. ചിലർ റീഡ് ചെയ്തു, ജോയിൻ ചെയ്തു, ചിലവർ റീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ 3 മാസം വാലിഡിറ്റി പീരീഡ് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, അതിനൊരു വാലിഡിറ്റി പീരീഡ് വേണമല്ലോ, അതുകൊണ്ട് പറയുന്നു. എന്നിരുന്നാലും നമ്മൾ 3 മാസം കഴിഞ്ഞെങ്കിലും ആരെയും റിമൂവ് ചെയ്തിട്ടില്ല. എല്ലാവരും, അതായത് നമ്മൾ എന്നാണോ കോഴ്സ് ജോയിൻ ചെയ്തത് അന്ന് തൊട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റഡി ഗ്രൂപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതും അവിടെ നോട്ട്സ് തരുന്നതും കേട്ടോ. ഓക്കെ, ആ രീതിക്ക് എടുക്കുക. പിന്നെ ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പറയണം. അല്ലാതെ നമുക്ക് അറിയുന്നില്ല ആരാണ് എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് പോകുന്നത്, നമുക്ക് ചിലപ്പം അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്നില്ല 3 മാസം കഴിഞ്ഞു അത് പോയി എന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെ പോകുന്നതല്ല, നിങ്ങളുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ ഫലമായിട്ട് പോകുന്നതായിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഫോം ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് റീജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1/2024 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും ഉണ്ട് ഇനി. അപ്പോൾ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്കിങ് പഠിക്കാം കേട്ടോ. 800 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞായിരുന്നു. അപ്പോൾ 801ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. The determination of expenses for an accounting period is based on the principle of. ഏത് പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടാണ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസസ് ഫോർ ആൻ അക്കൗണ്ടിങ് പീരിയഡ്? ഒരു അക്കൗണ്ടിങ് പീരിയഡിലെ എക്സ്പെൻസസ് ഡിറ്റർമിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബേസ് ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണ്? മാച്ചിങ് ആണോ, മെറ്റീരിയാലിറ്റി ആണോ, ഫുൾ ഡിസ്ക്ലോഷർ ആണോ, കൺസിസ്റ്റൻസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസസ് ഫോർ ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഏത് കൺസെപ്റ്റാണ്? മാച്ചിങ് കൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, മാച്ചിങ് കൺസെപ്റ്റ്. ഓക്കെ, മാച്ചിങ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റവന്യൂ റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരിയഡ്. ഒരു പർട്ടിക്കുലർ പീരിയഡിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന റവന്യൂ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ടു ഗെറ്റ് ഇൻകം. ആ ഒരു എക്സ്പെൻസുമായി, ആ ഒരു പീരിയഡിലെ എക്സ്പെൻസുമായി മാച്ച് ചെയ്യപ്പെടണം എന്ന് പറയുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റവന്യൂ റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ടു ഗെറ്റ് ഇൻകം. ഓക്കെ, ഇനി മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓൺലി ദ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെറ്റീരിയൽ ഫോർ ദ പ്രിപ്പറേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം എന്ത് ചെയ്യുക, മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം ഉൾക്കൊള്ളിക്കുക. അത് മാത്രം ഷുഡ് ബി റെക്കോർഡഡ്. ഓൾ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി ഇഗ്നോർഡ് എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ഫുൾ ഡിസ്ക്ലോഷർ അല്ലേ. ഫുൾ ഡിസ്ക്ലോഷറിലെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നല്ല പോയിൻ്റാണ്, ഇറ്റ് ഈസ് ആൻ അപ്പോൾ ഈ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിന് എക്സെപ്ഷൻ ഉള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റാണ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് മെറ്റീരിയൽ ഫാക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ആൻഡ് ഓൾ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി ഇഗ്നോർഡ് എന്നാണ് പറയുന്നത് മെറ്റീരിയൽ കൺസെപ്റ്റിൽ, മെറ്റീരിയാലിറ്റിയിൽ. എന്നാൽ ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിനൊരു എക്സെപ്ഷനായിട്ട് പറയാമല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ മനസ്സിലായി, മെറ്റീരിയാലിറ്റി മനസ്സിലായി, മാച്ചിങ് മനസ്സിലായി. ഇനിയുള്ളത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി നമുക്കറിയാം അല്ലേ. ഇഫ് എ പർട്ടിക്കുലർ മെത്തേഡ് ഓർ പോളിസി ഈസ് ഒബ്സർവ്ഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. ഇപ്പോൾ ഈ വർഷം ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അത് തന്നെ സബ്സീക്വൻറ്റ് ഇയേഴ്സിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴൊരു കൺസിസ്റ്റൻസി ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഒരു കൺസിസ്റ്റൻസി വേണം എന്ന് പറയുമല്ലേ. അപ്പോൾ ഒരു എക്സാം നമ്മൾ പഠിക്കാനിരുന്നു, ഒരു എക്സാം കഴിഞ്ഞു, രണ്ടാമത്തെ എക്സാം കഴിഞ്ഞു, ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, മൂന്നാമത്തെ എക്സാം. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഒരു എയിം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നമുക്ക് എയിം വേണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെയാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇഫ് എ പർട്ടിക്കുലർ മെത്തേഡ് ഓർ പോളിസി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എൻ്റർപ്രൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അതാണ് കേട്ടോ. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് റവന്യൂ റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് എക്സ്പെൻസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത് മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി റെക്കോർഡഡ് ആൻഡ് ഓൾ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി ഇഗ്നോർഡ്. അത് അതിന് എക്സെപ്ഷൻ ഉള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ പറയുന്നത് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് കേട്ടോ. അടുത്തത് കൺസിസ്റ്റൻസിയാണ്. ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഫ്രം ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് നോൺ ആസ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ആണോ, ബുക്ക് വാല്യൂ ആണോ, ഫെയർ വാല്യൂ ആണോ, റിയലൈസബിൾ വാല്യൂ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. അവരുടെ ഒറിജിനൽ കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് അവരുടെ ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ബുക്ക് വാല്യൂ എന്ന് പറയും. എന്താ പറയുക? ബുക്ക് വാല്യൂ, അല്ലെങ്കിൽ നെറ്റ് ബുക്ക് വാല്യൂ, അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ പേര് പഠിച്ചു വെക്കുക. ബുക്ക് വാല്യൂ, വേറെന്താ പേര്? നെറ്റ് ബുക്ക് വാല്യൂ അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബുക്ക് വാല്യൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഈസ് ബുക്ക് വാല്യൂ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ് ബുക്ക് വാല്യൂ ഓർ റിട്ടൺ ഡൗൺ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ നോട്ടിംഗ് ചാർജ് ലെവിഡ് ഓൺ ഡിസോണർ ഓഫ് ആൻ എൻഡോസ്ഡ് ബിൽ ആർ ടു ബി ഫൈനലി ബോൺ ബൈ. നോട്ടിംഗ് ചാർജ്, ഡിസോണറായ എൻഡോസ്ഡ് ബില്ലിൽ നോട്ടിംഗ് ചാർജ് ഫൈനലി ആരാണ് വഹിക്കേണ്ടത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഡ്രോയർ ആണോ, ഡ്രോയി ആണോ, എൻഡോസി ആണോ, ഹോൾഡർ ആണോ? അപ്പോൾ വാട്ട് ഈസ് നോട്ടിംഗ് ചാർജ് എന്നറിയണം അല്ലേ. എന്താണ് നോട്ടിംഗ് ചാർജ്? നോട്ടിംഗ് ചാർജസ് ആർ ഫീസ് പെയ്ഡ് ടു എ നോട്ടറി പബ്ലിക് ഫോർ ഒഫീഷ്യലി റെക്കോർഡിംഗ് ദ ഡിസോണർ ഓഫ് ബിൽ അല്ലേ. അതായത് നോട്ടിംഗ് ചാർജസ് ആർ ഫീസ് പെയ്ഡ് ടു നോട്ടറി പബ്ലിക്കിന് കൊടുക്കുന്നതാണ്. ഒഫീഷ്യലി ഒരു ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം നോട്ടറി എന്ത് ചെയ്യണം? ഒഫീഷ്യലി അത് റെക്കോർഡ് ചെയ്യണം. അതിനുള്ള ചാർജസ് ആണ് നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പം നോട്ടിംഗ് ചാർജ് ശരിക്കും ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആരുടെ ഉത്തരവാദിത്തമാണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡ്രോയിയുടെയാണ് ശരിക്കും ഉത്തരവാദിത്തം. പക്ഷേ ചിലപ്പോൾ ഡ്രോയർ ആയിരിക്കാം അത് കൊടുക്കുന്നത്. ഫസ്റ്റ് ആരാണ് ഹോൾഡർ, ദാറ്റ് പേഴ്സൺ ആരാണോ, ആളുടെ കയ്യിലാണോ ബില്ലിരിക്കുന്നത്, ഹോൾഡർ ആയിരിക്കും, കറണ്ട് ഹോൾഡർ ആയിരിക്കും അപ്പം പേ ചെയ്യുന്നത്. എന്നിരുന്നാലും അത് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാവുന്നതാണ്? ഡ്രോയിയുടെ കയ്യിൽ നിന്ന് ഈടാക്കാം. അപ്പോൾ നോക്കാം നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഫാക്ട് എന്താണെന്ന്. ദ നോട്ടിംഗ് ചാർജസ് ഓൺ ദ ഡിസോണർ ഓഫ് ആൻ എൻഡോസ്ഡ് ബിൽ ആർ ടു ബി ഫൈനലി ബോൺ ബൈ ദ ഡ്രോയി. ദ പേഴ്സൺ ഹു വാസ് സപ്പോസ്ഡ് ടു പേ ദ ബിൽ അല്ലേ, ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടു പേ ദ ബിൽ. ദ ചാർജസ് ആർ ഇനീഷ്യലി പെയ്ഡ് ബൈ ദ കറണ്ട് ഹോൾഡർ ഓഫ് ദ ബിൽ. ചിലപ്പോൾ അടയ്ക്കും. ആരുടെ കയ്യിലാണോ ഹോൾഡർ ഉള്ളത്, ഹോൾഡർ കയ്യിൽ നിന്ന് ആൾ എടുത്തു കൊടുക്കും. പക്ഷേ ദ ഹോൾഡർ ദാൻ ഹാസ് ദ റൈറ്റ് ടു റിക്കവർ ദ എമൗണ്ട് അലോങ് വിത്ത് ദ ബിൽ എമൗണ്ട്. ഈ ബിൽ എമൗണ്ടിൻ്റെ കൂടെ തന്നെ തനിക്ക് ചിലവായ, ഡിസോണറിൻ്റെ പേരിൽ ചിലവായിട്ടുള്ള ചാർജസും കൂടി കിട്ടാനുള്ള അർഹത ആൾക്കുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഫ്രം എനി പ്രീവിയസ് എൻഡോസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ ഡ്രോയറുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിക്കും. എന്നിരുന്നാലും ഡ്രോയർക്ക് ഉത്തരവാദിത്തമില്ല. ദ ഡ്രോയി ഈസ് ദ പേഴ്സൺ ഹൂസ് ഫെയിലിയർ ടു പേ കോസ്റ്റ് ദ ഡിസോണർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അല്ലേ. ഈ ഒരാൾ ഫെയിലിയർ ആക്കിയത് കാരണമാണല്ലോ ഡിസോണർ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രോയിയാണ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ദിസ് ചാർജസ്. അപ്പോൾ ഹു ഈസ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോയി ഈസ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ദ നോട്ടിംഗ് ചാർജസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്.
ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അസറ്റ് ഇൻക്രീസ് ചെയ്യുമോ, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമോ, ക്യാഷ് ഇൻക്രീസ് ചെയ്യുമോ, ക്യാഷ് ഡിക്രീസ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെൻ യു പേ സപ്ലയർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നത് അല്ലേ, ടു യൂസ് ക്യാഷ് ടു സെറ്റിൽ ദ ഡെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക, ഡിക്രീസ് ഇൻ ക്യാഷ്. ക്യാഷ് കുറയല്ലേ, നമ്മൾ ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. സോ ഡിക്രീസ് ഇൻ ക്യാഷ്. നെക്സ്റ്റ് വൺ, വെൻ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദ റോങ് ഡെബിറ്റ് ഇൻ ദ പാസ്ബുക്ക് വിൽ ബി എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വെൻ ദ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദ റോങ് ഡെബിറ്റ് ഇൻ ദ പാസ്ബുക്ക് വിൽ ബി ആഡഡ് വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണോ, ഡിഡക്റ്റ് ഫ്രം ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആണോ, ആഡഡ് ടു പാസ്ബുക്ക് ബാലൻസ് ആണോ, നോ എഫക്റ്റ് ഇൻ ക്യാഷ് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല എന്നതാണോ ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയി വന്നിട്ടുള്ളത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ആണ് ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ദ ക്യാഷ് ബുക്ക്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഓവർ ഡ്രാഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം. അപ്പോൾ റോങ് ഡെബിറ്റ്, പാസ്ബുക്കിൽ റോങ് ഡെബിറ്റ് വരുമ്പം അത് നിങ്ങളുടെ ബാലൻസ് റെഡ്യൂസ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമല്ലോ. റീകൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ക്യാഷ് ബുക്കിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് റീകൺസീൽ ആവുള്ളൂ കേട്ടോ. അപ്പം ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ദ ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഒരു റോങ് ഡെബിറ്റ് പാസ്ബുക്കിൽ വരുമ്പം അത് നിങ്ങളുടെ ബാലൻസ് റെഡ്യൂസ് ചെയ്താണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡഡ് വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസ്. അതാണ് ആൻസറായിട്ട് വരിക. ആഡഡ് ബുക്ക് ക്യാഷ് ബുക്ക് ബാലൻസിൽ ആഡ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ, ഉള്ളിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ മാത്രമേ കാണിക്കണ്ടൂ, ഒരു സ്ഥലത്ത് മാത്രമല്ലേ പിന്നെ കാണിക്കണ്ടൂ. ഓൾറെഡി അവർ അതിനെ എടുത്തിട്ടുണ്ട്, അതാണ് അർത്ഥം. അതായത് അവർ ഓൾറെഡി പിന്നെ അവിടെ എന്താ പറയുക, അത് ചെയ്തിട്ടുണ്ട്. അതായത് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഓൾറെഡി ഹാവ് ബീൻ മെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. എവിടെയാണ് കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്, ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ് തന്നാലാണ് ഇങ്ങനെ കേട്ടോ. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേ കാണിക്കേണ്ടൂ. എവിടെ മാത്രം എവിടെ കാണിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്, അത് ആ കറണ്ട് അക്കൗണ്ടിങ് പീരിയഡിലുള്ള എക്സ്പെൻസ് ആണെങ്കിലും അത് നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുത്തു തീർത്തിട്ടുണ്ടോ ഇല്ല, ബട്ട് ഹാവ് നോട്ട് യെറ്റ് ബീൻ പെയ്ഡ്, ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്, ഇറ്റ് മീൻസ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സ്ഥലത്ത്, വൺ പ്ലേസ്, ഫൈനൽ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസ് ഹെഡിന് താഴെയായിട്ട് കാണിക്കും. ഓക്കെ, അടുത്തത് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. അതിനെന്ത് വിളിക്കും, എക്സസ് എന്ന് പറഞ്ഞാൽ വർധനവല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റിനേക്കാൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക കേട്ടോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. അപ്പം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തായാലും ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെഷറാണ് കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള. അതായത് നമ്മുടെ ഡെയിലി ഫണ്ട് ഓപ്പറേഷൻസിൻ്റെ എബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Net working capital is a key measure of a company's short-term financial liquidity, showing its ability to fund daily operations. Daily operations ആണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. EOQനെ കുറിച്ചിട്ടാണ് കേട്ടോ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു പ്രോബ്ലം ചോദിച്ചായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമുക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാം. EOQ is the quantity fixed at the point where the total cost and cost of carrying the inventory will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ EOQ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓർഡറിങ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. EOQയുമായി ബന്ധപ്പെട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ്, ഓർഡറിങ് കോസ്റ്റും വരും, ഹോൾഡിംഗ് കോസ്റ്റും വരും അല്ലേ, അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്നറിയപ്പെടും. ഓർഡറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയും. അപ്പം
ഇത്തരത്തിലുള്ള രണ്ട് കോസ്റ്റുകളും മിനിമൈസ് ചെയ്യും അല്ലേ. മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓർഡറിങ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റാണ് EOQ എന്ന് ഫിക്സ് ചെയ്യണ ഒരു പോയിന്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മിനിമം എന്നാണ് വരിക. ഓക്കെ, മിനിമം ആയിരിക്കും മിനിമൈസ് ചെയ്യുന്നത്. അപ്പം മിനിമം ആണ് ഇവിടെ വരിക, ആൻസർ ആയിട്ട് വരിക മിനിമം ആണ്. EOQ ഇസ് ദ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് അറ്റ് ദ പോയിന്റ് വെർ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് എന്ന് വെച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ദ ഇൻവെൻട്രി വിൽ ബി മിനിമം എന്നാണ് ഉത്തരം വരിക. അപ്പോൾ നമുക്ക് EOQ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ഓർഡറിങ് കോസ്റ്റും ഉണ്ട്, ക്യാരിയിങ് കോസ്റ്റും ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലേസിങ് ആൻ ഓർഡർ ടു പർച്ചേസ് ആൻ ഇൻവെൻട്രി. ഒരു ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന പ്രൈസാണ് ഓർഡറിങ് കോസ്റ്റ്. അത് ചിലപ്പം നമുക്ക് ചേഞ്ച് ആവും. കാരണം ഇപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഹൗ മെനി ഓർഡേഴ്സ് എന്ന് നോക്കിയിട്ടാണ്. ചിലപ്പോൾ 50 ആണെങ്കിൽ, അല്ലെങ്കിൽ 1 ആണെങ്കിൽ, 3 ആണെങ്കിൽ അങ്ങനെ വാരി ചെയ്യും അല്ലേ. അത് ഒക്കേഷണലി ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ഈച്ച് ഓർഡറിനനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോസ്റ്റ് മെയിൻറ്റെയിനിങ് ദീസ് ഇൻവെൻട്രീസ് വിത്തിൻ ദ ബിസിനസ്. നമ്മൾ ഇത് ഓർഡർ ചെയ്താൽ മാത്രം പോരാ, ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ബിസിനസ്സിൽ. അതിന് ഒരു ചിലവുകളുണ്ട്. ആ ചിലവുകളാണ് ഈ ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ്, അതായത് ഓർഡറിംഗ് കോസ്റ്റ് വരും, ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റാണ് ഈ ഒരു EOQയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ EOQ കാണാനുള്ള ഫോർമുല EOQ ഈക്വൽസ് √2AO/C. പലതരത്തിലുണ്ട്. CO ഡിവൈഡഡ് ബൈ I കാണാറുണ്ട് നമ്മുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കുകളിൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ. BComലും തുടർന്നുള്ള പഠനങ്ങളിലൊക്കെ നമ്മുടെ ഭാഗമായി വന്നത് തന്നെയാണ്. അപ്പോൾ എളുപ്പമുള്ളതാണ്. തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പ്രോബ്ലം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് അതിൻ്റെ പ്രോബ്ലം ചോദിച്ചത്. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കാണാറ്. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. EOQൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ നമുക്ക് ചെയ്യാം. എക്സാമിന് മുന്നേ 29-ാം തീയതി എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രൊഫൈൽ കയറി അപ്ലൈ ചെയ്ത് എല്ലാവരും കയറി ചെക്ക് ചെയ്യുക കേട്ടോ. 29-ാം തീയതി എക്സാം ആവാനായി. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് പഠിച്ചു തുടങ്ങുക. A എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡാണ്. ഓർഡർ കോസ്റ്റ് ഓർ ഓർഡറാണ്. O എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റാണ്. C എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ EOQ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. EOQയായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ PDF നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്താണെന്നാണ് കേട്ടോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ കാൾഡ് എന്തു പേരിൽ? ഓവറോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ കാൾഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഒരു ഭാഗമാണ് ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം മൊത്തം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്താണെന്നൊക്കെ പഠിക്കാം കേട്ടോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്കറിയാം. സഫീഷ്യൻറ്റ് പ്രോഫിറ്റിന് കമ്പനിയുടെ എബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പോൾ ഏതൊക്കെ ടൈപ്പുകളാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് പോവാതെ നോട്ട് ഒന്ന് എഴുതി വെക്കുക. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വന്നു, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഇതിലെ വേറെ വല്ല റേഷ്യോവും അടുത്ത പ്രാവശ്യം ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് മാത്രം പഠിച്ചു വെക്കാതെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്താണെന്നൊരു ഹെഡ് എഴുതി അതിന് താഴെ ഈ കൊടുത്തിട്ടുള്ള എല്ലാം എഴുതി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം നിങ്ങൾ വായിച്ച് പഠിക്കുക. എന്തായാലും നിങ്ങൾ എഴുതി വെക്കണം, അപ്പോഴും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോയുടെ ബേസായിട്ട് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് കേട്ടോ. അവിടെ ബേസായിട്ട് വരുന്ന ഒക്കെ നെറ്റ് സെയിൽസ് ആണ്, പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇത് മാത്രം അങ്ങനെ ചേഞ്ച് ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അവിടെ വരിക. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആകുമ്പോൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് വരിക. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആകുമ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഉണ്ട്, EBIT, അതാണ് അവിടെ വരിക. നെറ്റ് സെയിൽസ് സെയിം തന്നെ ഇൻറ്റു 100 അതാണ് വരിക കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്.
അതിലും വരുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അവിടെ വരിക കേട്ടോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ് വരിക. അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അവിടെ വരിക. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 വരും. ഇനി റിട്ടേൺ ഓൺ അസറ്റ് ആണെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100 ആണ് കേട്ടോ. ഓക്കെ, ഒരൊറ്റ പേജിൽ നിങ്ങളിതെല്ലാം ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒന്നും കൂടി പറയാം. ചോദിച്ച ചോദ്യം ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോന് മറ്റൊരു പേരാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ തരങ്ങളാണ്. പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആകുമ്പം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആകുമ്പം ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അടിയിൽ വരിക കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. റിട്ടേൺ ഓൺ അസറ്റ് ആണെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100 കൊടുക്കുക. റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100 കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് കനോട്ട് ബി ആൾട്ടേർഡ് ബൈ ലേറ്റർ ഡിസിഷൻസ് ആൻഡ് ആർ ഇറെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനത്തെയുള്ള കോസ്റ്റിനെ എന്തു പറയുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കോസ്റ്റ് കനോട്ട് ബി ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല, റീകൂപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ലേറ്റർ ഡിസിഷൻസ് അത് പിന്നെ ഇറവലൻ്റ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന്. അത്തരത്തിലുള്ള കോസ്റ്റുകളെ എന്താണ് പറയുക അത്തരത്തിലുള്ള കോസ്റ്റുകളെ പറയുന്നതാണ് സങ്ക് കോസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. എന്താ പറയുക? സങ്ക് കോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ സങ്ക് കോസ്റ്റിന് മറ്റ് പേരുകളും കൂടി ഉണ്ട്, അതൊന്ന് നോക്കി വയ്ക്കുക. സങ്ക് കോസ്റ്റ് എന്താണെന്ന് ആദ്യം പഠിക്കുക. ഇറ്റ് ഈസ് എ കോസ്റ്റ് കനോട്ട് ബി ഓൾട്ടേർഡ് ബൈ, അതായത് കനോട്ട് ബി റീകൂപ്ഡ് എന്നും പറയും, പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതാണ് കോസ്റ്റ് കനോട്ട് ബി ഓൾട്ടേർഡ് ബൈ ലേറ്റർ ഡിസിഷൻസ് ആൻഡ് ആർ ഇറെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് പിന്നെ ഇറെലവൻ്റ് ആണ്, പിന്നെ അവർക്കൊരു പ്രാധാന്യമില്ല. ദാറ്റ് ഈസ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെട്രോസ്പെക്റ്റീവ് കോസ്റ്റ്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. 3 പേരുകളാണുള്ളത്. റെട്രോസ്പെക്റ്റീവ് കോസ്റ്റ് എന്നുണ്ട്, പാസ്റ്റ് കോസ്റ്റ് എന്നുണ്ട്, എംബഡഡ് കോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. സങ്ക് കോസ്റ്റിൻ്റെ മറ്റു പേരുകളാണ് എന്ത്? റെട്രോസ്പെക്റ്റീവ് കോസ്റ്റ്, പാസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ എംബഡഡ് കോസ്റ്റ്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്താണെന്ന് പഠിക്കുക. ഇറ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവേർഡ്. സോ ദിസ് കോസ്റ്റ് കനോട്ട് ബി ഓൾട്ടേർഡ് ബൈ ലേറ്റർ ഡിസിഷൻസ് ആൻഡ് ആർ ഇറെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെട്രോസ്പെക്റ്റീവ് കോസ്റ്റ്, പാസ്റ്റ് കോസ്റ്റ്, എംബഡഡ് കോസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പോയി, അതായത് ഗ്രൂപ്പ് ആക്സസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മതിയാക്കി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരും. 3 മാസം വാലിഡിറ്റി പറഞ്ഞു എന്ന് വിചാരിച്ച് 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് വിചാരിച്ചാണ് മിണ്ടാതിരിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യരുത് ദയവായിട്ട്. എല്ലാവരും എന്ത് ചെയ്യുക? തിരിച്ച് റീജോയിൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. നമുക്ക് തരണം, നമ്മളോട് പറയണം, എന്നാലല്ലേ നമ്മൾ അറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ആരാണ് പോയത് ആരാണ് വന്നത് എന്നൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കാര്യവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 29-ാം തീയതി എക്സാം ഉള്ളവർ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ് കാണാം. ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.